ഇത് കുറ്റിപ്പുറത്തുള്ള രണ്ടാമത്തെ വ്ളോഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുക. ഇതുപോലെ പാടത്തൂടെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏത് വഴി പോയാലും ഒരു ട്രെയിൻ കാണാന്നുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ വയൽ കാണാൻ പോയതാണ്, പക്ഷേ എവിടെ നിന്നോ ഒരു ട്രെയിനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഇതുപോലെ നമുക്ക് പല സ്ഥലങ്ങളിലും പല കോണുകളിലും കാണാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതിരൊക്കെ തിരിച്ച് നല്ല ഭംഗിയായിട്ട് വെള്ളരിയും വെണ്ടയ്ക്കയും ഒക്കെ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ട്രെയിൻ പാസ് ചെയ്യുന്നത് കുറച്ച് അടുത്തുനിന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് എവിടെയാണ് ഈ റൂട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ്. നമ്മുടെ ടൈമിങ് തന്നെ ഒരു ട്രെയിൻ ആ സമയത്ത് തന്നെ ആ വഴി വന്നു. അതുകൊണ്ട് കുറച്ചും കൂടി അടുത്തുനിന്ന് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റി. ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തിരിച്ചു പോരാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാഴ്ചയാണ് ഒരു കുളം. എല്ലാവരും ഇവിടെയുള്ള ഏകദേശം എല്ലാ ജനങ്ങളും ഈ ഒരു കുളത്തിലാണ് വന്നിട്ട് കുളിക്കാറ്. ഇത് കുട്ടികൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മീനുകളാണ് കേട്ടോ. ഡെയിലി ഇതുപോലൊരു 4-5 മീൻ കിട്ടും, അത് കറി വയ്ക്കുക. ഇതാണ് ഇവിടുത്തെ ഹോബി എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഈ കർട്ടൻ റേസിംഗ് ഒക്കെ തുടരും മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നല്ലൊരു മൂവിയായിരുന്നു, നല്ലൊരു ഫാമിലി മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് തുഞ്ചൻ പറമ്പിലേക്കാണ് കേട്ടോ പോയത്. തിരൂരുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് തുഞ്ചൻ പറമ്പ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ്. അതുപോലെ കുട്ടികൾക്ക് വിദ്യാരംഭം സമയത്ത് ഹരിശ്രീ കുറിക്കാനൊക്കെ ഈ തുഞ്ചൻ പറമ്പിലേക്കാണ് വരിക. പഴയ കുറേ പുസ്തകങ്ങളും എഴുത്തോലകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെ ഇപ്പോഴും ഇങ്ങനെ പ്രിസർവ് ചെയ്ത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെയാണ്. ഇതാണ് കേട്ടോ ആ ഹരിശ്രീ കുറിക്കുന്ന ആ ഒരു ഏരിയ ഒക്കെ. അവിടെ ഒരു കാഞ്ഞിരമരത്തിനൊരു തറയൊക്കെ ഉണ്ട്. അവിടെയാണ് ഹരിശ്രീ കുറിക്കുക. കുറേ ഏരിയ നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയം ഒക്കെയാണ് ഈ കാണുന്നത്. മലയാള സാഹിത്യ മ്യൂസിയം, ആർട്ട് ഗാലറി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറേ അറിവുകളൊക്കെ കിട്ടാൻ എന്തായാലും നല്ല ബെസ്റ്റ് പ്ലേസാണ്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കേട്ടോ.